ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്നു. അപ്രകാരമായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. ദൈവമേ, അടിയനിലൂടെ അങ്ങ് തന്നെ വചനം സംസാരിക്കുമാറാകണമേ. കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണം. അവരുടെ ജീവിതങ്ങളിൽ ഒരു പുതിയ മാറ്റമുണ്ടാകണം. മാനവും മഹത്വവും അങ്ങ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ വേദപുസ്തകം നമ്മളോട് പറയുന്നത് യേശു നമ്മുടെ അടിസ്ഥാന കല്ലും അതുപോലെ തന്നെ വിജയക്കല്ലുമാണ് എന്ന് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. ഇവിടെ നാം നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീക ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തിനു വേണ്ടി ജോലി ചെയ്തിരുന്നതായിട്ടുള്ള സമയത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് അനേകം സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുകയും അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യവും അതുപോലെ തന്നെ പലവിധമാകുന്ന പ്രയാസങ്ങളും വന്നപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവത്തിൻ്റെ അടുത്ത് ബലഹീനനായിട്ടുള്ളൊരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ദൈവം ആ ബലഹീനതകളെ മാറ്റി അനുഗ്രഹങ്ങളെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനോട് ഇപ്രകാരം ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ പറയുന്നു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിനെ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. നിൻ്റെ ബലഹീനതയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിനക്ക് മതി. അപ്രകാരം നിൻ്റെ ബലഹീനതകളെ ദൈവം അപ്രാപ്യമാക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തൻ്റെ ബലഹീനതകൾ പലവിധമാകുന്ന പ്രതിസന്ധികൾ വന്നപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവം അവിടെ അടിസ്ഥാനമിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാന കല്ലിന്മേൽ നമ്മുടെ വിശ്വാസത്തെ പണിയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബലഹീനതകൾ അപ്രാപ്യമാകുക തന്നെ ചെയ്യുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ബലഹീനതകളിൽ നിന്ന് ദൈവത്തോട് സംസാരിച്ചപ്പോൾ, ആ ബലഹീനതകളെ മാറ്റുവാൻ സംസാരിച്ചപ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് വേദപുസ്തകം അവിടെ പറയുന്നു. ദൈവം അവനോട് സംസാരിക്കുന്നു. അപ്രകാരം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കല്ല് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അപ്പോസ്തലൻ അപ്രകാരം വിശ്വസിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്കായിട്ട് പുറപ്പെട്ടപ്പോൾ അനേകം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചു. ഈവൻ അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ ഉണ്ടായിരുന്നിട്ട് പോലും പലവിധമാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കൽപ്പൽ ഛേദത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും ദൈവം പ്രിയ മകന് കൂട്ടായിട്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പിന്തുണ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ അധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ മോശയോട് ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ മൂപ്പന്മാരെ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച് വടിയും കല്ലുമെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോവുക. നീ പാറയെ അടിക്കണം, അടിക്കുമ്പോൾ വെള്ളം പുറപ്പെടുമെന്ന് വേദപുസ്തകം അവിടെ പറയുന്നു. അപ്രകാരം മോശ ആവശ്യപ്പെട്ടപ്പോൾ ഒരു വലിയ പിന്തുണ ദൈവം അവിടെ നൽകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മോശ ഇസ്രായേൽ മക്കളെയും കൂട്ടി കടന്നു വരുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ വളരെയധികം പിറുപിറുപ്പും അതുപോലെ തന്നെ ദൈവത്തിനെതിരായി സംസാരിക്കുകയും ഇസ്രായേൽ മക്കൾ ചെയ്യുകയുണ്ടായി. അവർക്ക് വെള്ളമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മോശ ദൈവത്തോട് വെള്ളത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം
അവിടെ മോശയോട് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ദൈവം വലിയൊരു പിന്തുണയാണ് മോശയ്ക്ക് നൽകുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്രകാരം നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ദൈവത്തോട് നാം സംസാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ആ വലിയൊരു അടിസ്ഥാനം തന്നെ നൽകുകയുണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു യുദ്ധത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. വലിയൊരു യുദ്ധം നടക്കുന്നതായിട്ടുള്ള സമയത്ത് അമാലേക്യ മല്ലന്മാരുമായിട്ട് ഇസ്രായേൽ മക്കൾ ഒരു യുദ്ധം നടക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ദൈവം അവർക്ക് സഹായകമായിരുന്നതായിട്ട്, അവർക്ക് പിന്തുണ നൽകുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മോശ പർവ്വതത്തിൽ കയറിയതിന് ശേഷം യോശുവയോട് പറഞ്ഞു, നീ യുദ്ധത്തിനായിട്ട് വീരന്മാരെയും കൂട്ടി പുറപ്പെടുവാൻ പറഞ്ഞു. മോശ ഇവിടെ പർവ്വതത്തിൽ കയറി കൈ ഉയർത്തിയപ്പോൾ ആ ഇസ്രായേൽ മക്കൾ അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ബലഹീനത കാരണം, ജഡീകമായിട്ടുള്ള ബലഹീനത കാരണം മോശയുടെ കൈ താഴുമ്പോൾ ഇസ്രായേൽ മക്കൾ തോൽക്കുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പല യുദ്ധങ്ങളിലും ദൈവത്തിൻ്റെ അദൃശ്യകരമായിട്ടുള്ള ബലം ഇസ്രായേൽ മക്കളോട് കൂടെ ഇരുന്നു. ദൈവം അദൃശ്യമായിട്ട് അവരെ സഹായിച്ചു. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി. അതുകൊണ്ട് പല യുദ്ധങ്ങളിലും അവർക്ക് ജയിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യം പറഞ്ഞത് ഇപ്രകാരമാണ്: മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്യരോട് പൊരുതുന്നു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തുമ്പോൾ അമാലേക്യർ ജയിക്കും. അപ്രകാരം മോശ കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേലിയർ ജയിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം. കാരണം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കൂടെ ഇരിക്കുകയും ആയിരുന്നപ്പോൾ വിജയം കണ്ടെത്തുന്നതായിട്ടുള്ളൊരു സാഹചര്യം നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ ബലഹീനമായിട്ട്, ജഡീകമായിട്ട് മോശയുടെ കൈകൾ ആ ഭാരം കാരണം താഴുമ്പോൾ ഇവിടെ കൂടെ പോയതായിട്ടുള്ള അഹരോനും ഹൂരും അവർ രണ്ട് വശത്ത് നിന്നുകൊണ്ട് മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. അപ്രകാരം കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ വിജയിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വരും. അങ്ങനെ കൈ എപ്പോഴും ഉയർന്നിരിക്കുന്നതിന് വേണ്ടി അവർ കല്ലുകൾ കൂട്ടിവെച്ചിട്ട് ആ കൈ അതിന്മേൽ വെച്ചു. അപ്രകാരം കൈ ഉയർന്നു തന്നെ ഇരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ വിജയിച്ചു കൊണ്ട് തന്നെ ഇരുന്നു. നമുക്ക് ഇവിടെ ആത്മീക അർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്താണ്? നാം ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നിരന്തരം ദൈവവുമായിട്ടൊരു പ്രാർത്ഥനാ ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശകളും പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മെ വിജയിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. പരാജയത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. അതിന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവാകുന്ന പാറയിലായിരിക്കണം നിന്റെ വിശ്വാസ ജീവിതം നീ കെട്ടിപ്പടുക്കേണ്ടത്. അതുപോലെ തന്നെ മൂലക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം. അപ്പോസ്തലന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാരും മറ്റ് കല്ലുകളായിരിക്കണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നീ നിന്റെ വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കുന്നതായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ.
അപ്രകാരം വിജയത്തിൻ്റെതായിട്ടുള്ളൊരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ ഒരു കൂട്ടായ്മയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ വേദപുസ്തകം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ 10 കൽപ്പനകളിൽ പ്രധാനമായിട്ടും 4ാം കൽപ്പനയിൽ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? ദൈവത്തെ ആരാധിക്കുവാനാണ്, ശബത്നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. നമ്മുടെ മറ്റു ജോലികളൊക്കെയും മാറ്റിവെച്ചിട്ട് അല്പസമയം ശബത ദിവസം ദൈവത്തിനു വേണ്ടി നൽകുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. എങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം വിജയിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സ്വസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പലരുടെയും അവസ്ഥ എന്താണ്? പലരും ഈ ലോക ജീവിതത്തിൽ പല യന്ത്രങ്ങളെപ്പോലെ ജീവിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമാണ്. എന്നും ഒരു ശരിയായ രീതിയിലുള്ള ദൈവവുമായിട്ടുള്ളൊരു അടുപ്പമില്ലാതെ എല്ലാ ദിവസവും എഴുന്നേറ്റ് അവരുടെ കാര്യാദികളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം. അവർ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് വീണ്ടും അവർ ആ ദിവസം അവസാനിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യവും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം കാണുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നാം സ്ഥാപിക്കപ്പെടുന്നുണ്ടോ? ദാനിയേൽ പ്രവചനം നോക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ 3 നേരം മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ അമാലേക്യരുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ജയിപ്പാൻ തക്കവണ്ണം മോശ ദൈവത്തോട് കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ നമ്മളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ജയിക്കണമെന്നുണ്ട് എങ്കിൽ അടിസ്ഥാന പാറയായ ക്രിസ്തുവിലേക്ക് നാം കടന്നു വരണം. നമ്മുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ഇവിടെ പ്രാർത്ഥനയോടുകൂടെ അവർ വിശ്വാസ ജീവിതത്തിലായിരുന്നപ്പോൾ അനേകം വൻ കാര്യങ്ങൾ, അനേകം പ്രതിസന്ധികൾ, അനേകം പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ അതിനെയൊക്കെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായി തീർന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരെ തീയിലേക്ക് എറിയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് മനുഷ്യപുത്രനോട് സാദൃശ്യനായവൻ വന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഞങ്ങൾ ഒരു നാളും ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല, ഈ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നൊരു ഉറച്ച തീരുമാനം ശദ്രക്കും മേശക്കും അബേദ്നെഗോയും അവിടെ ബാബിലോണ്യ സാമ്രാജ്യത്തിൽ ആയിരുന്ന സമയത്ത് അവരെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അത് വേദപുസ്തകം ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലാണ് നമുക്കത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എന്നാൽ അവരെ തീയിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ 10 മടങ്ങ് അവർ ശക്തി കൂട്ടിയപ്പോൾ, തീയുടെ ശക്തി കൂട്ടിയപ്പോൾ അവിടെ വെന്തുരുകാതെ അവരെ തീരെ നടുവിലൂടെ നയിക്കുന്നതായിട്ടുള്ള മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ ദൈവം അവരെ വഴി നടത്തി, ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു തലമുടി പോലും കൊഴിഞ്ഞു പോകാതെ, കരിഞ്ഞു പോകാതെ അവരെ ആ തീയിൽ നിന്ന് രക്ഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലും ക്രിസ്തുവിലും നാം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം സാധ്യമായി തീരും. ഇവിടെ മോശ പർവ്വതത്തിൽ കയറി നിന്ന് ദൈവത്തോട് കൈ ഉയർത്തിയപ്പോൾ അഹരോനും ഹൂരും തൻ്റെ അടുക്കൽ കടന്നു വന്ന് അവിടെ മോശയുടെ കൈകൾ ഉയർന്നിരിപ്പാൻ തക്കവണ്ണം സഹായിച്ചു. അപ്രകാരം ഒരു കൂട്ടായ്മയാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്രകാരം നമ്മൾ ദൈവവുമായിട്ട് ഒരുമിച്ചൊരു കൂട്ടായ്മ ബന്ധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവകരങ്ങളിൽ നിന്ന്
നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ നമ്മുടെ ശക്തി കേന്ദ്രം ദൈവമാണെങ്കിലും നമുക്ക് വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവജനങ്ങൾക്ക് ഇടയിലുള്ള കൂട്ടായ്മ, ഇവിടെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരണം. പലപ്പോഴും കൂട്ടായ്മയ്ക്ക് കൂടുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നാം ശ്രമിക്കുമ്പോൾ പലവിധമാകുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാം. നമ്മൾ വിജയിക്കുവാൻ തക്കവണ്ണം പോകുന്ന സമയത്ത് നമ്മെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു നമ്മുടെ അരികിലേക്ക് കടന്നു വരാം. ഇവിടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ചിട്ട് കടന്നു വന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ പരീക്ഷണങ്ങളെയൊക്കെ കർത്താവായ യേശു ക്രിസ്തു എപ്രകാരമാണ് നേരിട്ടത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മളും അപ്രകാരം തന്നെ ആയിരിക്കണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അനുദിനം ഭക്ഷിച്ച് പാനം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അപ്രകാരം പരീക്ഷകൻ നമ്മെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ നമുക്ക് ദൈവവചനമെടുത്ത് അവനെ നേരിടുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതിന് നമുക്കൊരു കൂട്ടായ്മയുടെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അതിന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഒരു പ്രത്യേക ദിവസം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. ആ ദിവസത്തിൽ നമ്മുടെ മറ്റു വിശ്വാസികളുമായിട്ട് നാം ആ കൂട്ടായ്മ ആചരിക്കണം. 6 ദിവസം ദൈവം സകലത്തിനെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. ആ ദിവസത്തിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ പറയുമ്പോൾ ആ കൽപ്പനയിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 4-ാമത്തെ കൽപ്പനയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആരാധനാ ദിവസമെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, പിന്നെ മോശ യാഗപീഠം പണിതു, അതിന് യഹോവ നീസി എന്ന് പേരിട്ടു. യഹോവ എൻ്റെ ജയക്കൊടി എന്ന് പേരിട്ടു. ഇവിടെ ആ സ്ഥലത്തിന് മോശ ഒരു യാഗപീഠം പണിയുകയും ആ യാഗപീഠത്തിന് അല്ലെങ്കിൽ ആ സ്ഥലത്തിന് യഹോവ നീസി, യഹോവ എൻ്റെ വിജയക്കൊടി എന്ന് പേരിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കാരണം ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം. അതുപോലെ തന്നെ നമ്മെ വിജയത്തിലേക്ക് നയിക്കുവാനും തക്കവണ്ണം ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്രകാരം വിജയത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വരണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നാം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരണം. ഈ ലോകമോഹങ്ങളോടല്ല, വരുവാനിരിക്കുന്ന വാഞ്ചയോടുകൂടെ തന്നെ നാം ഉറപ്പോടുകൂടെ തന്നെ നാം ആയിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അനേകം പോരായ്മകൾ ഉണ്ടാകാം. വിശ്വാസ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ വരാം, പ്രശ്നങ്ങൾ വരാം. എന്നാൽ അവയൊക്കെയും ധരണം ചെയ്ത് നാം നമ്മുടെ വിശ്വാസ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്രകാരം നാം വിജയത്തിലേക്ക് വരണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ കർത്താവായ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ദൈവമാണ് നമ്മുടെ വിജയക്കൊടി. യഹോവ നമുക്ക് എപ്പോഴും അരികിൽ ഉണ്ടായിരിക്കും. യഹോവ എപ്പോഴും നമ്മുടെ കാര്യാദികളൊക്കെയും നോക്കിക്കൊണ്ട് നമ്മൾ ആയിരിക്കും. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരാം. അവനാണ്
നമ്മുടെ അടിസ്ഥാനം, അവനാണ് നമ്മുടെ വിജയക്കൊടി. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. മോശയും അഹരോനും ഹൂരും യോശുവയും അവരൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് വിജയം കണ്ടെത്തുവാൻ സാധിച്ചു. എപ്രകാരമാണ് വിജയം കണ്ടെത്തിയത്? അത് ക്രിസ്തുവാണ് അവർക്ക് വിജയം നൽകിയത്. വലിയവനായ ദൈവമാണ് അവർക്ക് വിജയം നൽകിയത്. മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ വിജയിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വന്നു. അപ്രകാരം വിജയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നാം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. അപ്രകാരം യഹോവ നമ്മുടെ അരികിലായിരിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. നീ ഏത് വലിയ കടബാധ്യതകളെ ആയിരുന്നാലും, ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, ഏത് തകർച്ചയുടെ അനുഭവത്തിലായിരുന്നാലും, കുടുംബ പ്രശ്നത്തിൻ്റെ അനുഭവത്തിലായിരുന്നാലും, പലവിധമാകുന്ന രോഗത്തിൻ്റെ സാഹചര്യത്തിലായിരുന്നാലും, പലവിധമാകുന്ന പ്രയാസങ്ങളുടെ സാഹചര്യത്തിലായിരുന്നാലും, നീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നെ വഴി നടത്തും. വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവനും വാക്കുമാറാത്തവനുമായ എൻ്റെ കർത്താവാണ്. ആ കർത്താവിൻ്റെ അരികിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. തീർച്ചയായിട്ടും അവൻ നിന്നെ കരുതും, അവൻ നിന്നെ വഴി നടത്തും. അവൻ നിന്നെ വഴി നടത്തി യഥാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഈ ലോകത്തിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അനേകം രോഗങ്ങൾ, ഡോക്ടർമാർക്ക് പോലും അറിയപ്പെടുവാൻ കഴിയാത്തതായിട്ടുള്ള രോഗങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പലവിധമാകുന്ന പ്രതിസന്ധികൾ, ഭക്ഷ്യ പ്രതിസന്ധികളൊക്കെയും നമ്മുടെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, പ്രാർത്ഥനാ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുക. അപ്രകാരം നിന്റെ കൈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തുക, സ്വർഗത്തിലേക്ക് ഉയർത്തുക. തീർച്ചയായിട്ടും ദൈവം നിന്നെ കരുതും, ദൈവം നിന്നെ വഴി നടത്തും, ദൈവം നിന്നെ പരിപാലിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിലേക്ക് നീ കടന്നു വരണം. അതുപോലെ തന്നെ ദൈവവചനം വായിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്രകാരമായിരിക്കുമ്പോൾ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അന്ത്യത്തോളം നിലനിൽപ്പാൻ തക്കവണ്ണം നിനക്ക് സാധ്യമായി തീരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയും നീ വിശ്വസ്തനായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നെ വിജയിപ്പിക്കും, ദൈവം നിന്നെ വഴി നടത്തും. നിന്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് ദൈവം തന്നെ ആയിരിക്കട്ടെ. ദൈവം നിന്നെ കരുതട്ടെ. നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടെ തന്നെ ദൈവകരങ്ങളിലായിരിക്കുക. ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ആരുമില്ലെന്ന് കരുതണ്ട. ദൈവം നിനക്ക് സമീപസ്ഥനായിരിക്കുന്നു, എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നീ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, വഴി നടത്തും, ദൈവം നിന്നെ കാക്കുമാറാക്കും. ഒന്നുകൊണ്ടും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ.